അതിൻ്റെ കടൽ കണ്ടില്ല നിങ്ങൾ. ഫാത്തിമ ഓടുകയാണേ. ഫാത്തിമ ഓടുമ്പോൾ ഞാൻ പറയണ ഫാത്തിമ വെഴുക്കൂട്ടോ ഓടല്ലേന്ന് പറഞ്ഞ്. മുത്തൂട്ടി തന്നെ വെഴുക്ക് വീണു. അപ്പോൾ ഫാത്തിമാനോട് ഞാൻ പറയാ വെഴുക്ക് വീഴല്ലേ എന്ന് പറയണേ. ഉണ്ടല്ലേ ഫുൾ പാറയാണ് മക്കളെ. പോകേണ്ട സ്ഥലമാണ്. പോവാത്തവരൊക്കെ പോയിക്കോളിട്ടോ. നല്ലൊരു കാഴ്ചയാണ്. ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ മിസ്സാവും മക്കളെ. പോയിട്ട് എല്ലാവരും ഒന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ. ഇവർ ഈ കടലിൽ ഈ കക്കയിൽ കയറുന്നത് കളിക്കുക. ഇവര് എന്താ ഇവിടുത്തെ വെച്ചിട്ടാ. പക്ഷെ വെള്ളം മാത്രം ഒരു കറുപ്പ് വെള്ളം. അതാണ് എന്താ അത് സംഭവം എന്നൊക്കെ അറിയില്ല. ഈ കക്ക കണ്ടോ, ഈ പാറയുടെ മുകളിൽ കൂടെ കണ്ടോ ജീവനോടെ ഇരിക്കുന്നതാണിത്. ചെറിയ ചെറിയ ഇതുകള്. അത് കുറേ കഴിഞ്ഞിട്ടാ തോന്നുന്നു അങ്ങനെ പൊടിയാവുന്നത്. അവിടെ മൊത്തം ഉണ്ട് അങ്ങനെ ഫുൾ പാറകളാണ്. ഇതാണ് മക്കളെ അവിടുത്തെ ഒരു സംഭവം. അവിടുത്തെ കിണറാണിത്. കടലിലത്തെ വെള്ളമൊക്കെ ഉപ്പല്ലേ. ഈ കിണറ്റിലത്തെ വെള്ളം എന്താണ് ടേസ്റ്റ് വെച്ചിട്ടാ. കുടിച്ചാലും മതിയാവില്ല. അതാണ് അതിൻ്റെ ഒരു പോരിശ. എന്താണ് വെള്ളം വെച്ചിട്ടാ. ഞങ്ങളപ്പോൾ ഒന്ന് കോരിയെടുക്കുക കേട്ടോ. ആ വെയിലും കൊണ്ടിട്ട് നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കുപ്പിയിൽ ഇത് വെച്ചിട്ട് അങ്ങനെ ഓരോരുത്തരും നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. എല്ലാവരും ക്യാന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരാൾ വന്നത് വെള്ളം കുടിക്കാൻ. അപ്പം ഞാൻ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുടിക്കാൻ. മുട്ടുത്തി കുപ്പിയിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഒരു കുപ്പിയിലത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ കുപ്പിയിൽ നിറക്കുകയാണ്. അപ്പോൾ ബാക്കി വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് ഞാനൊന്ന് മുഖം കഴുകിയതാണ്. പാവ ആ കുപ്പിയിലത്തെ വെള്ളം കുടിച്ചിട്ട് വീണ്ടും വേണം പറഞ്ഞിട്ട് അതിലുള്ളതും കൂടി ഞങ്ങൾ നിറച്ചിട്ടോ. വെള്ളമൊന്നും ഞങ്ങൾ വേസ്റ്റ് ചെയ്തില്ല. ഈ മുത്തുട്ടി കയറിപ്പോണ സ്ഥലം ഉണ്ടല്ലോ, അത് ജിന്ന് വള്ളി അത്ര കേട്ടോ. ജിന്നുകൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓന് ആദ്യം ചെരുപ്പ് ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ചെരുപ്പ് ഊരിയിട്ട് കയറടാന്ന് പറഞ്ഞു. അതാണ് അവ ആദ്യം കയറിയിട്ട് റിട്ടൺ ഇങ്ങോട്ട് തന്നെ വന്നത്. അങ്ങനെ ചെരുപ്പ് ഊരിയിട്ട് അവൻ കയറി. കുറേ മരങ്ങളുണ്ട്. മരത്തിൻ്റെ ഇടയിൽ കുറേ പാറകളുണ്ട്. ഉയർന്നിട്ടും കയറിയിട്ടും ഇതായിട്ടും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പോകുമ്പോൾ പകൽ പോകണം കേട്ടോ. രാത്രി പോയാലൊന്നും പറ്റൂല. ഇവിടുന്ന് സിയാറത്തിന് ഇതേപോലെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അവർ രാത്രിയാണ് അവിടെ എത്തിയത്. എന്നിട്ട് അവർക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോകുമ്പോൾ പകൽ പോകണം കേട്ടോ. അതാണ് അവിടുത്തെ ഇത്. റോക്കറ്റ് പോയത് അതിൻ്റെ വരയാണ് കേട്ടോ. ആകാശത്ത് കണ്ടില്ലേ. ഒരു പരുന്ത് വട്ടമിട്ടിട്ട് പറക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാനൊന്നിങ്ങനെ പിടിച്ചത് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. അപ്പം അവരോട് ഞങ്ങൾ ചോദിച്ച് നിങ്ങളെന്താ അവിടെ കാട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കക്ക പിടിക്കത്രേ. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ ചോദിച്ചു. ആ വരാൻ പറ്റും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പേടിയായിട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കടന്നില്ല.
അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ പിടിക്കണ്, വിൽക്കാനാണോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വിൽക്കാനൊന്നല്ല അത്ര, അവർക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് കുറേ നേരം സംസാരിച്ചിട്ട് നിന്നിട്ടോ. അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, എന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരോട് കുറേ ഞങ്ങൾ സംസാരിച്ച് നിന്നു. ഇതാണ് പള്ളിയുടെ മെയിൻ പള്ളിയുടെ ഭാഗട്ടോ. ഓരോ കുഴികളിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. പാറയുടെ കുഴിയിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞണ്ടുകളുണ്ട്. എത്ര ഞണ്ടുകളാച്ചിട്ടാ, ഞണ്ട് കണ്ടോ ഓടുന്നുണ്ടല്ലേ. ഞണ്ടുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി ഞങ്ങൾ. മക്കളെ അതൊന്നല്ല രസമുണ്ടായത്. ഞാൻ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ വെള്ളത്തിൽ ഇങ്ങനെ വടികൾ ഇങ്ങനെ കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വടികൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചില വടിയൊക്കെ ഇങ്ങനെ കറുപ്പ് കളറൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കറുത്ത വടി എടുത്തിട്ട് കുറേ അടിച്ചു. പിന്നെ വേറൊരു മഞ്ഞ വടി ഇങ്ങനെ കിടന്നു. അപ്പോൾ ഇത് വടിയാണ് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ പൊന്നാരൻ്റെ മക്കളെ ആരാണാവോ ആലാക്കിൻ്റെ ഒരു കണ്ടിട്ട് വെച്ചിട്ട് ഞാനത് പോയിട്ട് പിടിച്ചില്ലാന്ന് മാത്രം. പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാറിയിട്ട് ഇന്നെ അയ്യോ എൻ്റെ മക്കളൊക്കെ ചിറിച്ചിട്ട് ഉമ്മാക്ക് കണ്ണ് കാണാതെ ഉമ്മ പോയിട്ട് ഇപ്പോൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഞാൻ വടിയായിരിക്കും വിചാരിച്ചിട്ട് ഫസ്റ്റ് ഒരു വടി എടുത്തു, അതുകൊണ്ട് അടിച്ചു. പിന്നെ രണ്ടാമത്തെ എടുത്തതാണ് വടിയാണ് വിചാരിച്ചിട്ട് ഒരു മഞ്ഞ കണ്ട് നോക്കി നോക്കുമ്പോഴേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഞണ്ട് പാറയുടെ അടിയിൽ പോയിക്കാണ്. കുറേ മെനക്കെട്ടു കേട്ടോ, പക്ഷെ കിട്ടിയില്ല. അതും ഫ്ലോപ്പായിട്ട് പോയി. ഞണ്ട് കിട്ടണില്ല. കുറേ കല്ലെടുത്തിട്ട് എറിഞ്ഞു. കണ്ട ആ പാറമ്മൽ കൂടെ ഇങ്ങനെ പോവാണേ. കുറേ കല്ലെടുത്ത് എറിഞ്ഞു, ഒന്നിനും കിട്ടിയില്ല. ഞണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രസം വെക്കാലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയത്. ഞാൻ നടന്ന് തളർന്ന് ഞാൻ പാറയുടെ മുകളിൽ കിടന്നു കേട്ടോ. അവിടെ നല്ലൊരു തണലുണ്ട്. അപ്പം ഞാൻ അവിടെ കിടന്നതാ. ഞാൻ കിടന്നു നോക്കുമ്പോൾ മുത്തുട്ടിയും വന്ന് കിടന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണി ആട്ടോ ഉച്ചക്ക് തിന്നത്. ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി തിന്നണം. അപ്പോൾ ഫാത്തിമാക്ക് മിന്നു വാരി കൊടുക്കുകയാണ്. അപ്പം ശരിട്ടാ, ചോറ് തീറ്റ കഴിഞ്ഞ് അത് ശരിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഒരു സബ്സ്ക്രൈബറെ കണ്ടതാട്ടോ. അവർ പട്ടാമ്പി ഉള്ളതാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നെ കണ്ടോക്കി നോക്കുമ്പോൾ അവർ സംസാരിച്ചതാണ്. അപ്പോൾ അവരോടാണ് ഇട്ട് ശരിയെന്ന് പറഞ്ഞത്. ഞാനവിടെ ഇങ്ങനെ ഓരോ കുഴികളും കൊണ്ട് അതിലൊക്കെ ഇങ്ങനെ കാലിട്ടിട്ട് ഇങ്ങനെ കുത്തിരുന്നു കേട്ടോ. എന്താ വെള്ളത്തിൻ്റെ വരവ് നോക്കിയൊക്കെ. പക്ഷെ ഒരു കറുത്ത വെള്ളമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയ വഴി തന്നെയാണ് കേട്ടോ. ഉപ്പിലിട്ടതും ചോളകും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മേടിച്ചു. പക്ഷേ വസ്തിന് നന്നല്ല കേട്ടോ മക്കളെ. ചോളകൊന്നും ഉപ്പും പൊടിച്ചിട്ടില്ല, മാങ്ങതൊന്നും. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോരാൻ വേണ്ടിയിട്ട് ട്രെയിനിന് കാത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കിട്ടി. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് സീറ്റേ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ സീറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ കിടന്നിട്ടാണ് വന്നത് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ അതിനും വേണ്ടിയിട്ട് നിൽക്കാനും കൂടി സ്ഥലമല്ല പറഞ്ഞില്ലേ, അങ്ങനെയായിരുന്നു. മുത്തുട്ടി ഓരോന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ഇക്കാണെങ്കിലോ തലവേദനിച്ചിട്ട് ഞാൻ കിടന്നു. അപ്പം ഞങ്ങൾ എത്തിട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു യാത്ര.